ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിങ്സ് ഫ്ലാപ്പിംഗ് സംവെയർ ബൈ ജി ശങ്കരപിള്ളയാണ്. അപ്പം ഇതൊരു പ്ലേ ആണ്. ജി ശങ്കരപിള്ള എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഓതറാണ്, പ്ലേ റൈറ്റാണ്, ഡയറക്ടറാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ പ്ലേ എന്ന് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഡ്രമാറ്റിക് മോണലോഗ്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ മഹാഭാരത കഥയിലെ കുന്തിയുടെയും കർണൻ്റെയും ഒക്കെ ഒരു റെഫറൻസ് വെച്ചിട്ട് പറയുന്ന ഒരു പ്ലേ ആണിത്. കുന്തിയുടെയും കർണൻ്റെയും ഇത് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലേ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കുന്തിയുടെ പേഴ്സ്പെക്റ്റീവിലാണ്, ദാറ്റ് ഈസ് ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ഒരു പ്ലേ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ പ്ലേ നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് കുന്തിയെ പറ്റിയിട്ടും കർണനെ പറ്റിയിട്ടും. കുന്തി എന്ന് പറയുന്നത് ശൂരസേനൻ്റെ മകളാണ് കുന്തി. ഈ ശൂരസേനൻ എന്ന് പറയുന്നത് യാദവ റൂളറാണ്. അപ്പം ഇദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ഈ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് പൃഥ എന്നായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ ശൂരസേനൻ എന്ത് ചെയ്യുന്നു, ഈ കുട്ടിയെ തൻ്റെ കസിനായിട്ടുള്ള കുന്തി ഭോജയ്ക്ക് കൊടുക്കുന്നു. ഈ കുന്തി ഭോജ ആണ് പിന്നെ വളർത്തുന്നതും. ആൻഡ് അങ്ങനെയാണ് പ്രീതയ്ക്ക് കുന്തി എന്ന് പേര് വരാനുള്ള കാരണം. അപ്പോൾ കുന്തി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഒരു ദിവസം ദുർവാസ മഹർഷി എവിടേക്ക് വരുന്നു, കുന്തി ഭോജയിലേക്ക് വരികയും ഇവൾ നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവളെ ആ ഒരു വേ ഓഫ് വെൽക്കമിങ്ങും അതൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ദുർവാസാവ് എന്ത് ചെയ്യാണ്, ഇവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മന്ത്രയാണ്. അതായത് ആ മന്ത്ര അവൾക്ക് ആവശ്യമുള്ളപ്പോൾ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ദേവന്മാരിൽ നിന്ന് കുട്ടികളെ സ്വീകരിക്കാമെന്ന് പറയുന്നൊരു മന്ത്രമായിരുന്നു അത്. അപ്പോൾ എന്താണ്, അവൾ ഭയങ്കര യൂത്താണ്. യൂത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് ആ ഒരു മന്ത്രം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണമായിരുന്നു. അവൾ എന്ത് ചെയ്യുന്നു, അവൾക്ക് പണ്ട് മുതലേ ഒരു ക്രഷ് എന്നൊക്കെ പറയാം ആണ് ആരുടെ അടുത്ത്, സൂര്യദേവൻ്റെ അടുത്തുള്ളത്. അപ്പം സൂര്യൻ എന്ന് പറയുമ്പോഴേ അവൾക്ക് ഭയങ്കര ക്രഷാണ്. അപ്പം ആ ഒരു ക്രഷ് വെച്ചിട്ട് ഇവൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു മന്ത്ര എത്രയോ തവണ മന്ത്രിക്കുന്നു. അങ്ങനെ മന്ത്രിക്കുമ്പോഴത്തേക്കും സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തു. ആ കുഞ്ഞിനെയാണ് കർണൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കുട്ടിയെ കിട്ടുന്നത് വരെയും ഈ കുന്തിക്ക് സൊസൈറ്റിയെ പറ്റി ചിന്തയില്ലായിരുന്നു, ഫാമിലിയെ പറ്റി ചിന്തയില്ലായിരുന്നു, ആരെ പറ്റിയും ചിന്തയില്ലായിരുന്നു. പക്ഷേ ആ ഒരു കുട്ടി കൈ കിട്ടിയതിന് ശേഷം അവൾ സൊസൈറ്റിയെ പറ്റിയും ചുറ്റിനുള്ള ആൾക്കാർ എന്ത് ധരിക്കും, തൻ്റെ പാരൻസിൻ്റെ ആ ഒരു റോയൽറ്റി നഷ്ടപ്പെടുമെന്നൊക്കെ ചിന്തിച്ച് അവൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കുഞ്ഞിനെ കൊണ്ട് കളയാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ആദ്യം വിചാരിക്കുന്നത് റിവറിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞു കൊല്ലാന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവിടെ വരെ എത്തുമ്പോഴത്തേക്കും അവൾക്ക് എന്ത് പറ്റുന്നില്ല, അവളുടെ ഉള്ളിലുള്ള ആ ഒരു മദർലി എഫക്റ്റ് എന്ത് ചെയ്യുന്നില്ല, അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്നൊരു ബാസ്ക്കറ്റിൽ കുഞ്ഞിനെ വെച്ചിട്ട് ആ ലേക്കിൽ ഒഴുക്കി വിടുന്നു. ഈ ഒഴുകി പോകുന്ന കർണൻ പിന്നീട് എത്തുന്നത് രാധ അതുപോലെ തന്നെ അതിരഥ എന്ന് പറയുന്ന രണ്ട് സൂത ആൾക്കാരുടെ അടുത്താണ് എത്തുന്നത്. ഈ അതിരഥ എന്ന് പറയുന്നത് ധൃതരാഷ്ട്രറിൻ്റെ ചാരിയോട്ട് ഡ്രൈവറാണ്. ഓക്കെ, അപ്പം അതാണ് കഥ. പിന്നെ കുന്തി പിന്നീട് പാണ്ഡുവിനെ കല്യാണം കഴിക്കുന്നു. പാണ്ഡുവിനെ കല്യാണം കഴിക്കുകയും പിന്നീട് എന്തോ ഹണ്ടിങ് ചെയ്തപ്പോഴത്തേക്കും പാണ്ഡു എന്ത് ചെയ്യുന്നുണ്ട്, 2 മാനുകളെ കൊല്ലുന്നുണ്ട്. ആ 2 മാനുകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 സ്റ്റേജസ് ആയിരുന്നു. ഒരു മുനിയും മുനിയുടെ ഭാര്യയായിരുന്നു. അവർ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു ഡിയറിൻ്റെ രൂപത്തിൽ. അപ്പം നമ്മുടെ പാണ്ഡു കൊല്ലുന്നത് ആരെയാണ്, ഈ ഫീമെയിൽ ഡിയറിനെയാണ് കൊല്ലുന്നത്. അപ്പോൾ മെയിൽ ഡിയർ പാണ്ഡുവിനെ ശപിക്കുന്നു, ഇനി അങ്ങോട്ട് നിനക്ക് ഒരു സ്ത്രീകളുമായിട്ടും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിനക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ള ഒരു ഇത് കൊടുക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പാണ്ഡുവിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നു. പാണ്ഡു പിന്നീട് രാജ്യത്ത് പോയതിന് ശേഷം അവൻ എന്ത് ചെയ്യാണ്, 2 ഭാര്യമാരുണ്ട്, കുന്തി പിന്നെ രണ്ടാമതാണ് മാധുരി. ഇവരെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു, പാണ്ഡു എക്സൈലിന് പോകുന്നു, അതായത് പുറത്തേക്ക് വനവാസം പോലെ പോവുകയാണ്. അപ്പോൾ പാണ്ഡുവിന് ഹെവനും വേണം സാൽവേഷനും വേണം. പക്ഷേ ഈ ഹെവനും സാൽവേഷനും ഒക്കെ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് ആൺകുട്ടികളെ ജനിപ്പിക്കുന്നവർക്കൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിഷമം കുന്തിയോട് പറഞ്ഞപ്പോൾ കുന്തിക്ക് പണ്ട് കിട്ടിയിട്ടുള്ള വരത്തെ പറ്റി കുന്തി പറയുകയും പാണ്ഡു അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ
ഇവൾ ആ ഒരു മന്ത്രം ജപിക്കുകയും 3 ദേവന്മാരിൽ നിന്നാണ് അവൾ മന്ത്രം ചോദിക്കുന്നത്. യമൻ, വായുദേവ്, പിന്നെ ഇന്ദ്രദേവൻ. യമനിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് യുധിഷ്ഠിര, വായുദേവനിൽ നിന്ന് കിട്ടിയത് ഭീമൻ, ഇന്ദ്രദേവനിൽ നിന്ന് അർജുനൻ. അപ്പം മാധുരി എന്ത് ചെയ്യുന്നു, വെറുതെ നിൽക്കുന്നത് കണ്ടിട്ട് മാധുരിയുടെ അടുത്തും പറയുന്നു എന്താണ്, നീയും ഒരു തവണ ഈ ഒരു മന്ത്രം ചൊല്ല് എന്ന് പറയുന്നു. അപ്പോൾ അവളും ചൊല്ലുന്നു. അവൾ അശ്വിൻ എന്ന് പറയുന്ന ഒരു ദേവനെയാണ് അത് ആക്കിയത്. അപ്പോൾ കിട്ടിയ കുട്ടികൾ 2 പേരാണ്, നകുലനും സഹദേവനും. അങ്ങനെ 5 കുട്ടികൾ അവിടെ വന്നു. പിന്നെ എന്താണ്, കർണൻ്റെ കഥയും ഇത് തന്നെയാണ്. സ്റ്റോറി ഓഫ് കർണനും കുന്തിയും എന്താണ് റിലേറ്റഡ് ആണ്. ഈ കർണനെ കിങ് ഓഫ് അംഗരാജ്യമൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറയാം. പിന്നെ ഈ പ്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 കർട്ടനുകൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. 3 ഹാഫ് റൈസ്ഡ് കർട്ടൻസ് ആണുള്ളത്. ഈ കർട്ടൻ പല പല സീനിലായിട്ട് പല പല കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് റെഡ്, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ കർട്ടൻസ് ആണുള്ളത്. സ്റ്റേജിൻ്റെ നടുക്കായിട്ട് ഒരു ലാമ്പ് ഇരിപ്പുണ്ട്, ഒരു ദീപം ഇരിപ്പുണ്ട്. അതെന്ന് പറയുന്നത് ഫയർ അല്ലെങ്കിൽ ആ ഒരു അഗ്നിദേവൻ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ബാക്കിലായിട്ട് ഒരു ചോത്താട്ടം എന്ന് പറയുന്ന ഒരു ഇത് നടക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ആക്ട്രസ് വരുന്നത് ദീപം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് ആക്ട്രസ് വരുമ്പോൾ യെല്ലോ കർട്ടൻ റേസ് ചെയ്യുന്നു. അവിടെ ഋഗ്വേദയുടെ ആ ഒരു ഇതൊക്കെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആക്ട്രസ് വന്നിട്ട് പറയുന്നത്, ഞാനൊരു ആക്ട്രസ്സാണ്, എൻ്റെ വിധി എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. സ്ത്രീ കഥാപാത്രങ്ങളെന്ന് പറയുമ്പോൾ സ്നേഹം നിഷേധിക്കപ്പെട്ടവരാവാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒപ്രസ് ചെയ്യപ്പെട്ടവരാവാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇവൾ എന്താണ്, ആ ഒരു ഫ്ലെയിമിങ് ഫയറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ആ ഒരു ഫ്ലെയിമിനോട് പറയുന്നു എന്താണ്, എനിക്ക് ഇപ്പോഴുള്ള ഒരു സൊസൈറ്റിയിലെ ട്രഡീഷണൽ വേയിൽ നിന്നൊക്കെ എന്താണ്, എന്നെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റി തരൂ, അതിൽ നിന്നൊക്കെ എനിക്കൊന്ന് പൊട്ടിച്ച് എറിഞ്ഞിട്ട് പോകാനായിട്ട് എനിക്കെന്താണ് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് അതിനുശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആ ആക്ട്രസ് എന്താണ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും പിന്നീട് വരുന്നത് കുന്തിയുടെ വേഷത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കുന്തിയുടെ വേഷത്തിൽ വരുമ്പോൾ അവിടെ ബ്ലൂ കർട്ടനാണ് കാണിക്കുന്നത്. നൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. അവൾ സ്കൈയിലേക്ക് നോക്കുന്നു. എവിടെ നിന്നോ അവളെ പ്രീത എന്ന് വിളിക്കുന്നതായിട്ട് കുന്തിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആരോ കരഞ്ഞുകൊണ്ട്, വീപ്പ് ചെയ്തുകൊണ്ട്, വാർണിംഗ് ചെയ്തുകൊണ്ട്, ഒരു ഹെൽപ്ലെസ്നെസ് ആയിട്ടുള്ളൊരു വിളിയാണ് അവൾ കേൾക്കുന്നത്. ഇത് കേൾക്കുന്നതിനിടയ്ക്കും അവളൊരു ഒരു ബേർഡിൻ്റെ ഫ്ലാപ്പ് ചെയ്ത് പറന്നു പോകുന്ന ആ ഒരു സൗണ്ട്, ആ ഒരു വിങ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം അവൾക്ക് ഭയങ്കര ഒരു ഗിൽട്ടുണ്ട്. അതായത് തൻ്റെ ആദ്യ മകനായിട്ടുള്ള കർണനെ ഉപേക്ഷിച്ചതിൽ അവൾക്ക് ഭയങ്കര ഗിൽട്ടി ആയിട്ടാണ് നിൽക്കുന്നത്. അവളവളുടെ പാസ്റ്റ് ആലോചിക്കുന്നു. അതായത് കുരുക്ഷേത്ര യുദ്ധം വിജയിച്ചിട്ട് വന്ന മക്കളെ ആ ഒരു സീനാണ് അവൾ ആലോചിക്കുന്നത്. ആ മക്കൾ വന്ന അമ്മയോട് നന്ദി പറയുന്നു. അപ്പോൾ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലസ്സൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, എവിടെ നിന്നോ ഒരു കരയുന്ന സൗണ്ട്, ഒരു വീപ്പിംഗ് സൗണ്ട് കേൾക്കുന്നു. ആൻഡ് അത് നോക്കുമ്പോഴത്തേക്കും ആരായിരുന്നു കരയുന്നത്, ഗാന്ധാരിയാണ് കരയുന്നത്. കാരണം ഗാന്ധാരിക്ക് ആ ഒരു യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ 100 മക്കളെ നഷ്ടപ്പെട്ടു പോയി. അവളുടെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുന്തി പോയിട്ട് ഗാന്ധാരിയെ ഹഗ് ചെയ്യുന്നു. ആ സമയത്തും ഈ ഒരു ബേർഡ് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. വിങ്സൊക്കെ ഫ്ലാപ്പ് ചെയ്ത് ഇങ്ങനെ പറന്നു പോകുന്നു. ഈ ബേർഡ് എങ്ങോട്ടാണ് പറന്നു പോകുന്നതെന്ന് വെച്ചാൽ ഫോറസ്റ്റിലേക്കാണ് പറന്നു പോകുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇവക്ക് പെട്ടെന്ന് തോന്നുന്നു, ഞാൻ ഇവിടെ നിന്നല്ലാതെ എപ്പോഴൊക്കെയോ ഈ ഒരു ബേർഡിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവൾ ആലോചിക്കുന്നു വീണ്ടും. അപ്പോൾ കർട്ടൻ എന്ത് ചെയ്യാണ്, നേരത്തെ ഇട്ടിരുന്ന കർട്ടൻ ബ്ലൂ ആണ്, ബ്ലൂ മാറി കർട്ടൻ റെഡ് ആവുന്നു. അപ്പോൾ ഇവിടെ കർട്ടൻ്റെ സിഗ്നിഫിക്കൻസ് ഒരുപാടാണ്. റെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇപ്പോൾ ഫസ്റ്റ് തവണ റെഡ് ഉയരുന്നത് ഷോ ചെയ്യുന്നത് ലൈഫിനെയും കറേജിനെയും ലവിനെയൊക്കെ ഹെൽത്തിനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പോൾ ഉള്ളത് കുന്തി ഒരു യങ് വുമണാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു പാസ്റ്റ് സീനാണ്. കുന്തി ഇപ്പോൾ ഒരു യങ് വുമണാണ്. അപ്പോൾ കുന്തിയുടെ ആ ഒരു സ്റ്റോറി എഗെയിൻ, ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ആ സ്റ്റോറി എഗെയിൻ പറയുന്നു. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രഷുള്ളായിരുന്ന ദേവനായിരുന്നു സൂര്യദേവൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവൾ ആ ഒരു കൊച്ചിനെ സൂര്യദേവനിൽ നിന്ന് വാങ്ങിയതും കൊണ്ടുപോയി ആ ഒരു കുട്ടിയെ ഒഴുക്കി കളഞ്ഞതുമൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അശ്വനദിയിലാണ് ആ കുട്ടിയെ ഒഴുക്കി കളയുന്നത്. ആ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്,
അങ്ങനെ അവൾ ആലോചിക്കുന്നുണ്ട്. അപ്പം മദർലി എഫക്റ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ബാങ്ക് ഓഫ് ദ റിവറാണ് കാണിക്കുന്നത്. ഇവൾ കുട്ടിയെ കളയാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. ആ സമയത്ത് റെഡ് എന്നുള്ള കർട്ടൻ മാറി ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. കുന്തി എന്താണ് കുട്ടിയെ കൊണ്ട് വരുന്നു. ആ സമയത്തും എന്താണ് ഈ ഒരു ബേർഡിൻ്റെ ഫ്ലാപ്പിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവൾ അവിടെ നിന്നൊരു ബാസ്ക്കറ്റിൽ കുട്ടിയെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് ഒഴുക്കി വിടുന്നു. അപ്പോൾ എന്താണ് അവളിങ്ങനെ പിന്നീട് അവൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ കുന്തി ഈ സത്യങ്ങളൊക്കെ അതിരഥനോട് പറഞ്ഞിട്ടുണ്ട്, ആ തേരാളിയോട്. അപ്പോൾ അതിരഥനുമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ എന്താണ് മദർ കളഞ്ഞിട്ട് പോയ കുട്ടിയെ നെർച്ചർ ചെയ്തു എന്ന് അയാൾ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതവളെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. സോറി, അതിരഥൻ ഈ കഥ അറിയില്ല. അതിരഥൻ അറിയാതെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, ആരാണോ എന്തോ ഒരു ഒട്ടും സ്നേഹമില്ലാത്തൊരമ്മ ഈ കുട്ടിയെ എടുത്ത് വെള്ളത്തിലൊഴുക്കി വിട്ടത്, ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല, നേച്ചർ എപ്പോഴും അങ്ങനെയുള്ള ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള രീതിക്ക് സംസാരിച്ചു. പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്കും എന്താണ് കുന്തിക്ക് അവളുടെ ഹൃദയത്തിലാണ് ആ ഒരു ഇത് വന്ന് തറച്ചത്. ഓക്കെ, പിന്നീട് പറയുന്നത് എന്താണ്, വീണ്ടും പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. വീണ്ടും റെഡ് കളർ തന്നെയാണ് വരുന്നത്. പക്ഷേ ആദ്യം നമ്മൾ റെഡ് കളർ കർട്ടൻ സിഗ്നിഫൈസ് ചെയ്തത് ഹെൽത്തിനെയും ലവിനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സിഗ്നിഫൈസ് ചെയ്യാൻ പോകുന്നത് വയലൻസിനെയാണ്. അതായത് സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് കുന്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഈ വാറിന് മുമ്പായിട്ടുള്ള ഒരു വെപ്പൺ ട്രയൽ ടെസ്റ്റ് നടക്കുകയാണ്. എല്ലാവരും വന്ന് അവരവരുടെ എന്താണ് ആൻസിസ്ട്രിയെ പറ്റിയും കാര്യങ്ങളും ഒക്കെ എന്താണ് പറയുന്നുണ്ട്. കർണൻ വന്നിട്ട് അവനൊരു സൂതപുത്രനാണെന്ന് പറഞ്ഞ സമയത്തിന് പാണ്ഡവർ തന്നെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, അവനെ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് കുന്തി എന്താണ് ഒന്നും മിണ്ടുന്നില്ല. ഷി റിമൈൻഡ് ആസ് എ മ്യൂട്ട് ലിസണർ. ഇതവളുടെ ഒരു സൈലൻസ് ആയിരുന്നു. പിന്നെന്താണ്, ദുര്യോധന കർണനെ എങ്ങനെയാണ് കണ്ടത്, പാണ്ഡവർക്ക് അല്ലെങ്കിൽ അർജുനന് ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കർണനെ എന്ത് ചെയ്തത് കണക്കാക്കിയിരുന്നത്. കാരണം അർജുന് കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കർണൻ. അതുകൊണ്ട് തന്നെ കർണനെ കിങ് ഓഫ് അങ്കാസ് ആയിട്ട് ആര് പ്രഖ്യാപിച്ചു, ദുര്യോധന പ്രഖ്യാപിച്ചു. അപ്പം കുന്തിക്ക് ഈവൻസ് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം സ്വന്തം ബ്രദേഴ്സ് തമ്മിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഫൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നീട് അവൾ ആ ഒരു വാർ ബാറ്റിൽ ഫീൽഡിനെ പറ്റി ചിന്തിക്കുന്നു. അതെന്ന് പറയുന്നത് എന്താണ് 5 മക്കൾക്ക് അവൾ ധൈര്യം കൊടുത്തു. ഗാന്ധാരിയോടൊപ്പമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് ചെല്ലുന്നത്. പക്ഷെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് കർണൻ മരിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കർണൻ മരിച്ച് കിടന്ന ആ ഒരു മണ്ണിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു വെച്ച് ആ മണലിന് ഒരുപാട് കിസ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ് ആ സമയത്ത് കർണൻ്റെ സ്പിരിറ്റ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് എന്താണ് തന്നെ ഉപേക്ഷിച്ച അമ്മയോടുള്ള പ്രതിഷേധം കർണൻ്റെ സ്പിരിറ്റ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കർണൻ തന്നെ പറയുന്നുണ്ട് താൻ മരിച്ചത് എന്താണ് ധർമ്മത്തിന് വേണ്ടിയിട്ടാണെന്ന് കർണൻ പറയുന്നു. എന്നിട്ട് ലാസ്റ്റ് കർണൻ എന്ത് ചെയ്യാണ്, അമ്മ എന്ന് ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കർട്ടനും എഗെയിൻ റെഡ് കർട്ടൻ മാറിയിട്ട് വീണ്ടും റെഡ് കർട്ടൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുന്തി വളരെ എന്താണ് ഇമോഷണലി ബേഴ്സ്റ്റായിട്ട് നിൽക്കുകയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കുന്തി സത്യങ്ങളെല്ലാം എന്ത് ചെയ്യാണ്, തൻ്റെ മക്കളോടും സൊസൈറ്റിയോടും പറയാണ് കർണൻ എൻ്റെ മകനാണെന്നുള്ളത്. ആ സമയത്തും ഈ വിങ്സ് ഫ്ലാപ്പിംഗ് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ബേർഡിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ കുന്തി ഒരു തീരുമാനം എടുത്തു, തനിക്കിനി ഒരിക്കലും എന്താണ് ഈ ഒരു രാജ്യത്ത് തുടരാനായിട്ട് പറ്റില്ല എന്ന് കരുതി കുന്തി എന്ത് ചെയ്യാണ്, ഹിമാലയൻ ഹിൽസിലേക്ക് പോവുകയാണ്. മക്കളെ നഷ്ടപ്പെട്ട വേദനയിൽ ഗാന്ധാരിയും ധൃതരാഷ്ട്രവും എന്ത് ചെയ്യാണ്, കുന്തിക്കൊപ്പം കൂടെ പോവുകയാണ്. ആൻഡ് കുന്തിയുടെ ആഗ്രഹം എന്താണ്, അവൾക്ക് ആ ഒരു യങ് ഇതിലേക്ക് പോകണം. പണ്ടത്തെ ആ ഒരു അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ ക്രഷ് സൂര്യദേവൻ്റെ അടുത്തേക്ക് പോകണം. സൂര്യദേവൻ തന്നെ എന്ത് ചെയ്യണം, അതായത് അഗ്നിദേവൻ്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഫയർ അവളെ കൺസ്യൂം ചെയ്യണമെന്നാണ് അവളുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇവളിങ്ങനെ അവളുടെ കുട്ടികളെ പാണ്ഡവരെ ഉപേക്ഷിച്ചിങ്ങനെ നടന്നു പോകുമ്പോഴെല്ലാം അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത് ഫാമിലി ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നുള്ള അവൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബേർഡിൻ്റെ വിങ്സ് ഫ്ലാപ്പിംഗ് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവർ ഹിമാലയൻ ഹിൽസിലേക്കാണ് പോകുന്നത്. കാട് ആ ഒരു പോർഷനിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും എന്താണ്
ഭയങ്കരമായിട്ടൊരു ഫയർ വരികയും ആ ഫയർ അവരെ കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫയറിൻ്റെ ആ ഒരു റെഫറൻസ് പറയുന്നതെന്ന് വെച്ചാൽ വളരെ ദാഹിച്ച് നിന്ന, വളരെ ക്വസ്റ്റോട് കൂടി നിന്ന ആ ഒരു ഫയർ ആ ഒരു ഫോറസ്റ്റിനെ ഒന്നടങ്കം കത്തിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഇതൊരു സിംബോളിക് പ്ലേ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുന്തിയുടെയും ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രൻ്റെയും മരണത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുന്നത്, ഈ ഒരു പ്ലേ അവസാനിക്കുന്നത്. ഇതിൽ വിങ്സ് ഫ്ലാപ്പിംഗ് എപ്പോഴും കേട്ടില്ലേ? അതെപ്പോഴൊക്കെയാണ് കേട്ടതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴും കർണൻ്റെ കഥ പറയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ വിങ്സ് ഫ്ലാപ്പിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കർണനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ കർണനെ പറ്റി ഓർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കർണൻ്റെ ഇൻസിഡൻസ് വരുമ്പോഴാണ് ഈ ഒരു വിങ്സിൻ്റെ ഇത് വരുന്നത്. അത് ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടായിരുന്നു? ഫോറസ്റ്റിലേക്കായിരുന്നു. അറ്റ് ദി എൻഡ് ആ ഫോറസ്റ്റിൽ ഒരു ഫയർ വരികയും ഇവരെല്ലാവരെയും കൺസ്യൂം ചെയ്യുകയും ചെയ്തു. അപ്പം ഇതാണ് ആ ഒരു പ്ലേ എന്ന് പറയുന്നത്. ഒരു സീൻ വൈസ് ആയിട്ടൊന്നും അല്ല, ജസ്റ്റ് കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഇതിൽ എന്തെങ്കിലും പോയിൻറ്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം, ഞാനത് ചെയ്യാം. ഓക്കെ താങ്ക് യു.